ഞാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ച സമയത്ത് പോലീസിലുണ്ടായ ഒരു മാറ്റത്തിൽ വട്ടിയൂർക്കാവ് SHO ആയിട്ട് പുതിയ ഒരാൾ നിയമിതനായി. അതുവരെ എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ സ്റ്റേഷനിലായിരുന്നു ശ്രീജിത്ത് എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചു. അപ്പം തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഞങ്ങൾ കണ്ടുവന്നിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, എന്തുകൊണ്ടോ NDAയുടെ പ്രവർത്തകർക്കെതിരെ, BJP പ്രത്യേകിച്ച് സംഘ പ്രവർത്തകർക്കെതിരെ വളരെ ക്രൂരമായിട്ടുള്ള കർശന നടപടികൾ നിരന്തരം വട്ടിയൂർക്കാവ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അത് പ്രചരണ സമയത്ത് ഉടനീളം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ ഓരോ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും, ഓഫീസ് ഉദ്ഘാടനമാണെങ്കിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ ആണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ ഒരു മോശമായ പ്രവൃത്തി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതേസമയം അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന മറ്റ് പാർട്ടിക്കാരുടെ, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ വാഹന പ്രചാരണത്തിനും അതുപോലെയുള്ള സമ്മേളനങ്ങൾക്കും വളരെ ഉത്സാഹത്തോടു കൂടിയുള്ള പോലീസിൻ്റെ സഹകരണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾ അന്നേരം തൊട്ടേ കണ്ടിരുന്നു. ഇതിനെതിരെ പല പ്രാവശ്യവും ഞങ്ങൾ സീനിയർ ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ശ്രീ വിപിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന നയം എന്ന് പറയുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരോടും നിഷ്പക്ഷമായി ഒരേപോലെ പെരുമാറേണ്ട പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനൊക്കെ അവസാനമായിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വട്ടിയൂർക്കാവ് പോലീസ് ചില BJP പ്രവർത്തകരെയും സംഘപ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് നമ്മുടെ എമർജൻസി കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദന മുറകൾ നടത്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ തന്നെ ഒരു പ്രവർത്തകനായിട്ടുള്ള ശ്രീ ബിനു, അദ്ദേഹം മലമുകൾ പള്ളിയുടെ തന്നെ ഒരു സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. BJPയുടെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാൻ യാതൊരു നിർവാഹവുമില്ല. രഞ്ജിനി ഭവൻ, രഞ്ജിനി ഹൗസ് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലുള്ള വീടാണ്. അവിടെ ഒരു വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും കൂടെ ചേർന്ന്. കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കോൺഗ്രസ് ആണ്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് അദ്ദേഹം CPMൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സുനിൽ എന്നു പേരുള്ള ഒരു ആളാണ് രഞ്ജിനി എന്ന് പറയുന്ന ലേഡിയുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുതിയോടുകൂടി സംസാരിച്ചതും മുണ്ടുപൊക്കി കാണിച്ചതും ഒക്കെ. ഇതിനൊരു പരാതി എഴുതി കൊടുത്തതിന് ഒരു കൃത്യസമയത്ത് ഒരു കേസ് പോലും എടുക്കാൻ കൂട്ടാക്കാതെ അവസാനം 17-ാം തീയതി നടന്ന ഒരു സംഭവത്തിന് 19-ാം തീയതിയാണ് പോലീസ് FIR പോലും ഇട്ടിരിക്കുന്നത്. അതിലിതുവരെ ആരെയും അറസ്റ്റ് ചെയ്തതായിട്ടും അറിയില്ല. പക്ഷേ ഇതിന് മുമ്പായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ്. വീട്ടിൽ കയറാൻ പറ്റാതിരുന്ന ബിനുവിനെയും ഫാമിലിയെയും, സ്വന്തം വീട്ടിൽ താമസിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല പോലീസ് ഓഫീസേഴ്സിനെയും സമീപിച്ചപ്പോൾ അതൊക്കെ വിശദമായിട്ട് ഇവർ പറയും. പക്ഷേ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ CPMക്കാരും കോൺഗ്രസ്സുകാരും പോലീസുകാരും കൂടെ ചേർന്ന് കുറച്ച് BJP പ്രവർത്തകരെ ഉപദ്രവിച്ച് നമ്മുടെ സീനിയർ നേതാക്കന്മാരെ പോലും ലാത്തിയും കുടികാറും ഒക്കെ ഇട്ട് മർദ്ദിച്ചിട്ടൊക്കെയായിരുന്നു അന്ന് ദിവസം രാത്രിയിൽ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ച് അന്ന് വനിതകളടക്കം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയവർക്കെതിരെ കേസ്, അങ്ങനെ നിരന്തരം കേസുകൾ എടുക്കുകയും നിരന്തരം ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പാരമ്യതയിലാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ ക്ഷേത്രത്തിനകത്ത് പൊളിച്ചു കയറി, അകത്ത് കയറി പ്രതികളല്ലാത്ത കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് പോയി പോലീസിൻ്റെ വണ്ടിയിലിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ശ്രീ ബിനുവിനെ, അതായത് ഈ രഞ്ജിനിയുടെ ഹസ്ബൻഡ് ബിനുവിനെ അടക്കം കണ്ണൊക്കെ അടിച്ച് പൊട്ടിച്ചുള്ള ഒരു മർദ്ദനത്തിൽ പോലീസ് ചെയ്ത് ആശുപത്രിയിൽ വെച്ചിട്ട്, ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ട് ഈ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചേർന്നിട്ടാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയതിനെ ഞങ്ങൾ തടയുകയും ഞങ്ങളെല്ലാവരും അതിന് ദൃക്സാക്ഷി ആയത് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഇത് തികച്ചും പക്ഷപാതപരമായിട്ട് പോലീസ് പെരുമാറിയതാണ് എന്നുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പോലീസിൽ 33.5 വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് DGPയുടെ റാങ്കിൽ ഇരുന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ്. കൂടാതെ ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതുകൊണ്ട് കാച്ചാണി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും അവിടെ
നെട്ടയം ആ ഒരു മലമുകൾ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു BJP പ്രവർത്തകൻ പോലും ഉണ്ടാകാതിരുന്ന വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് BJPയുടെ പ്രവർത്തകരെ അവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അവിടെ പ്രവർത്തകരുണ്ട്. അവിടുത്തെ വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അതായത് കൗൺസിലർമാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ മാറി ഇപ്പോൾ അവിടേക്ക് കൂടുതൽ BJPക്ക് വോട്ട് കിട്ടുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു 900 വോട്ട്സിൻ്റെ ഒരു ഭൂരിപക്ഷത്തിലാണ്, അതുപോലും ഇല്ല, 90 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്ങാണ്ടാണ് പുതിയ കൗൺസിലർ കാച്ചാണി കൗൺസിലർ ജയിച്ച് വന്നിരിക്കുന്ന ആരോഗ്യം. അത്രയും വളരെ കുറച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതിന് മുമ്പിലുണ്ടായിരുന്നത് അത്രയാണെങ്കിൽ പോലും നമുക്ക് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലം കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർജി നിന്നിരുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരുന്ന സ്ഥലവും കൂടിയാണ് നെട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ കൂടുതൽ ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ അവരുടെ നിങ്ങൾക്കറിയാലോ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത്, പോലീസ് അസോസിയേഷൻ ഭരിക്കുന്നത് പോലും പാർട്ടിയാണ്. CPMന്റെ ആൾക്കാരാണ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് പോലും. അപ്പോൾ അവരെ കൊണ്ട് വിചാരിച്ചാൽ പോലീസിനെ കൊണ്ട് ഇതുപോലെയുള്ള ക്രൂരതകൾ CPMന് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നടന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പോലീസുകാരെ കൊണ്ട് തന്നെ അവിടെ വന്ന് സംരക്ഷണം തരാമെന്ന് പറഞ്ഞ് ദൂരെ നിന്നിരുന്ന ബിനുവിനെയും ഭാര്യയും വിളിച്ച് വരുത്തി അവിടെ കൊണ്ടുവന്ന് പള്ളിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്, മലമുകൾ പള്ളി ഞാൻ അവിടെ പോയതാണ്, എനിക്കറിയാവുന്ന സ്ഥലമാണ്, നല്ല ഉയരത്തിലിരിക്കുന്ന പള്ളിയാണ്, അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിറകും കല്ലും ഒക്കെ വലിച്ചെറിഞ്ഞ് പോലീസിന് പരിക്കേറ്റപ്പോൾ മാറ്റിക്കാൻ, പോലീസിനെ രക്ഷപ്പെടുത്താൻ നോക്കിയ BJP പ്രവർത്തകരെയാണ് പോലീസ് വന്ന് നിഷ്ഠൂരമായി മർദ്ദിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ സഹിതം തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവരെടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്ന വലിയ പ്രഹസനമാണ്. ഏതെങ്കിലും കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോലീസിനെ ആക്രമിച്ച കേസിനകത്ത് BJPക്കാരും CPMക്കാരും കൂടെ ഒരുമിച്ച് നിന്ന് ആക്രമിക്കുന്ന ഒരു കേസ് പോലെയാണ് അവരെടുത്തു വച്ചിരിക്കുന്നത്. അതുതന്നെ വളരെ പരിഹാസ്യമാണ്, അപഹാസ്യമാണ്. BJPക്കാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് CPMക്കാരും കൂടെ ചേർന്നിട്ടാണ് പോലീസിനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞൊരു കേസ് എടുക്കുമ്പോൾ അത് എന്തുമാത്രം തലതിരിഞ്ഞ കേസാണ്, തെറ്റായ രീതിയിൽ എടുത്ത കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് സീനിയറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കേസ് പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ആ കേസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകളെ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് കൂട്ടുന്നത്. ഈ കേസിനകത്ത് പഴയ കൗൺസിലറായിട്ടുള്ള കാച്ചാണി കൗൺസിലർ രമയും ഇപ്പോഴത്തെ കൗൺസിലറും ഒക്കെ പ്രതികളാണ്, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് മുഴുവനും BJPയുടെ പ്രവർത്തകരെയാണ്. അതും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ, പ്രതികളല്ലാത്തവരെ പോലും ഇന്നലെ ക്ഷേത്രത്തിനുള്ളിൽ കയറി അടിച്ച് പരത്തി ആ ക്ഷേത്രം മുഴുവൻ നശിപ്പിച്ച് അവിടുത്തെ പഠനമുറി മൊത്തം നശിപ്പിച്ചിട്ടാണ് ആളുകളെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി പോലീസ് ചെയ്യുമ്പോൾ കാട്ടാളത്തം എന്നല്ലാതെ അതിനെ എന്ത് പറയും? ഇതുപോലെയുള്ളൊരു ഭീകരത പോലീസ് ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരിടത്തും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പാർട്ടി പ്രവർത്തകരെ ഇതുപോലെ തല്ലിച്ചതച്ചിട്ടുള്ള, ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ അടിയന്തരാവസ്ഥയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൂരത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭയമുണ്ട്. ഈ LDFനും UDFനും ഒക്കെ ഭയമുണ്ട്. BJP കയറി വരുമോ, ആ കാച്ചാണി ഏരിയ അവരുടെ നഷ്ടമാവുമോ എന്നൊക്കെയുള്ള പേടിയുടെ പുറത്ത് ചെയ്യുന്നതാണെന്നേ പറയേണ്ടതുള്ളൂ. അതുതന്നെയാണ് തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രീ ജയനും ശ്രീ മണികണ്ഠനും ഒക്കെ വിവരിക്കും. ഇവിടെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലേഖ അവർ സൂചിപ്പിച്ചു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ്. കൃത്യമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തൊട്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ NDA പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും BJPയുടെ പ്രവർത്തനത്തെ തടസ്സം നിൽക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിരന്തരമായിട്ട് അതിന് നേതൃത്വം കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി എത്തിയിട്ടുള്ള SHO വിപിന്റെ നേതൃത്വത്തിൽ അഭിജിത്ത് രാജേഷ്, 2 പോലീസുകാരും കൂടി ചേർന്നുള്ള ഒരു വളരെ ഗുണ്ടായിസം തന്നെ എന്ന് പറയാം. CPMന്റെ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിപിന്റെയും നേതൃത്വത്തിലുള്ള പോലീസിന്റെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും ഈ കാച്ചാണി ഭാഗത്ത് BJPക്കുണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വളർച്ച നിങ്ങൾക്കറിയാം. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിലുള്ള 10 വാർഡുകളിൽ 9 വാർഡും BJP ആണ് ജയിച്ചത്. 9 വാർഡ് ഈ കാച്ചാണി ഒഴിച്ചു. കാച്ചാണി
വാർഡില് BJP വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഈ മലമുകൾ പള്ളിയുടെ സെക്രട്ടറിയാണ് ഈ ബിനു, BJPയുടെ പ്രവർത്തകൻ. അവിടെ ഒരു പ്രവർത്തകരും ഇല്ലാത്തൊരു സാഹചര്യം പണ്ട് BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ BJPക്ക് ബിനുവിന്റെ നേതൃത്വത്തിന് 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് BJP 2ാം സ്ഥാനത്തെത്തുകയും ചെറിയ വോട്ടിനാണ് LDF അവിടെ ജയിച്ചത്, ഈ ആരോപണം ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു വന്ന് ഈ ബിപിൻ യഥാർത്ഥത്തിൽ ഒരു CPMന്റെ ഒരു ഗുണ്ട പ്രവർത്തനം നടത്തുന്ന ഒരാള് എങ്ങനെയാണോ ആ തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രകോപിച്ച് BJPയെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ, സംഘർഷമുണ്ടാക്കാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം ഈ ബിപിന്റെ നേതൃത്വത്തിൽ ഈ പോലീസ്, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നില്ല, കാരണം പോലീസ് ഉദ്യോഗസ്ഥയായി DGP റാങ്കിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് ഇവിടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലേഖ ഇരിക്കുന്നത്. പോലീസിന് നമുക്ക് മാന്യമായിട്ടുള്ള പരിവേഷമുണ്ട്. ഏത് സംഘർഷത്തെയും ഇല്ലാതാക്കാൻ വിളിച്ചിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പോലീസ് ഒരു ഭാഗത്തിനെ കയ്യിലെടുത്തുകൊണ്ട് CPMനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലേക്ക്, CPMന്റെ ഗുണ്ടായുസം വളർത്തുന്ന തരത്തിലേക്ക് അവരെ വിളിച്ച് മലമുകൾ പള്ളിയുടെ മുകളിൽ കയറ്റി ഈ വിഭിന്ന നേതൃത്വത്തിലാണ് കയറ്റി ഈ വിറകുമ്പും മറ്റ് കല്ലും എടുത്ത് എറിഞ്ഞത്. ആ എറിഞ്ഞ ഭാഗത്ത് വീഡിയോ ഉണ്ട്. ആ എറിയുന്നതിന്റെ ഭാഗത്തുനിന്ന് വന്ന എറിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ കൊണ്ടിരിക്കുന്നത്. വ്യക്തമായും ഇന്നലെ കമ്മീഷണർ മുമ്പിൽ ആ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ വിഷയം ഉണ്ടായി. ഇന്നലെ ഞങ്ങൾ BJPയുടെ നേതൃത്വം ഞങ്ങള് കമ്മീഷണറുമായി സംസാരിച്ചു. ഉച്ചയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്നു, ചർച്ച ചെയ്തു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സംഘർഷം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കമ്മീഷണറുമായി ചർച്ച ചെയ്തു. കമ്മീഷണർ ചില കാര്യങ്ങൾ പറഞ്ഞു, അതനുസരിക്കാമെന്നും പ്രശ്നങ്ങൾ ഇന്നലെ കൊണ്ട് തന്നെ തീർക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ എടപ്പഴിഞ്ഞി മുരുകക്ഷേത്രത്തിൽ കയറി അവിടെ ഈ ബിനു പരാതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ വേണമെന്ന് ഉപദേശം തേടാൻ ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി ആൾക്കാരുമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ പോലീസിന്റെ ഈ ആക്രമണം ഉണ്ടായത്. ദീപു എന്ന് പറഞ്ഞ SIയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതാണ്. അതിക്രമിച്ച് കയറി എന്ന് മാത്രമല്ല, ഒരു ആരാധനാലയം, ഒരു ക്ഷേത്രം ഇത്രയധികം ഇത് ക്ഷേത്രത്തിന്റെ ഓഫീസിന്റെ മുകളിലുള്ള ഓഫീസാണ്. ഇത് പാഠശാലയാണ് എടപ്പള്ളിയില്. ഇതിനെ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഫ്രണ്ട് വശമുള്ള വാതില് ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇത്രയധികം കാണിക്കേണ്ട കാര്യം എന്നുണ്ട്. അവിടെ കയറി ബിനു ഇത്രയും ക്രൂരമായി. ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് RSS എന്ന് കേട്ടാൽ പോലീസ് വേട്ടയാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിലൂടെ അനുഭവിച്ചതാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഇല്ലാത്തൊരു പ്രവണത പുതുതായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. പിണറായി സർക്കാരിന്റെ അവസാന അന്ത്യം കുറിക്കുന്ന ഘട്ടത്തിലാണ് ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇത് ബിനുവിനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിക്കാൻ ബിനു എന്ത് തെറ്റ് ചെയ്തു? ബിനു ആ കേസിൽ പ്രതിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം. ബിനു ഇവരെടുത്ത ഒരു കേസിലെ പ്രതിയല്ല. ബിനു പരാതിക്കാരനാണ്. ഈ ബിനുവിനെ ഇത്രയധികം ക്രൂരമായ മർദ്ദിക്കാൻ, അതും ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി മർദ്ദിക്കാൻ ബിനു എന്ത് തെറ്റ് ചെയ്തു? BJPക്കാരനായതുകൊണ്ട് മാത്രമാണ്. ബിനുവിന്റെ ഭാഗത്ത് ബിനു കൊടുത്ത പരാതി എന്താണ്? ഏതൊരു കുടുംബത്തിലെയും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്കെതിരെ, സ്വന്തം ഭാര്യക്കെതിരെ വളരെ മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തില് അതിനെ ചോദ്യം ചെയ്ത ബിനുവിനെ വീട്ടിൽ കയറാൻ പോലും തലേദിവസം അനുവദിച്ചില്ല. എന്നിട്ട് പോലീസ് പറയുന്നു, BCMCയെയും പേരുഗ്രസിയെയും പറയുന്നു, നിങ്ങൾ ധൈര്യമായി വീട്ടിൽ പോയിക്കോ, പോലീസ് നിങ്ങളോടുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാണ് ഈ മലമുകളിൽ ഈ കാറിലിരുന്ന ബിനുവിനെ വളഞ്ഞ് CPM ഇവരെല്ലാം വളഞ്ഞ് കാറിൽ അടിക്കുകയും ചെയ്തു. ഇത് കമ്മീഷണർ സൂചിപ്പിച്ചതാണ്. കമ്മീഷൻ നമ്മളോട് പറഞ്ഞതാണ്, അങ്ങനെ കാറിൽ അടിച്ചാലും അത് അവരെ ദേഹത്ത് അടിക്കുന്നത് പോലെയാണ് എന്ന് സമ്മതിച്ചതാണ്. ഈ ബിനുവിനെയാണ് ഇത്രയധികം. ഈ SI, ഇവനൊന്നും SI എന്ന് പറയാൻ പറ്റില്ല. ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഇവനൊക്കെ SI എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദീപു ഇയാളുടെ നേതൃത്വത്തിലാണ് ഇത് ആക്രമണം നടന്നിരിക്കുന്നത്.
ഈ ബിനു, ഈ ദീപു. അപ്പൊ ഈ ബിബിന്റെ ഗുണ്ടായിസം, ഗുണ്ടകളുടെ ബ്രാഞ്ചുകളാണ് ദീപുവും മറ്റേ അഭിജിത്തും രാജേഷും എന്നൊക്കെ പോലീസ്. അപ്പൊ ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ഇത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളെ 4-5ഓളം പ്രവർത്തകരെ വളരെ ക്രൂരമായ, അത് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തെ കേട്ടിട്ടുണ്ട്, ഇടിവണ്ടി എന്ന് പറയുന്നത്. ഈ ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ പോലീസ് ഇടിവണ്ടി, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് ഇടിവണ്ടി. ഇടിവണ്ടി എങ്ങനെയാണോ പഴയ കാലത്ത് പ്രവർത്തിക്കുന്നത്, ആ ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ച് നന്ദാവനം പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോകുന്നത് വരെ ആ വണ്ടിക്കകത്ത് ബൂട്ടിട്ട് ചവിട്ടി ഈ ഇത് പറഞ്ഞ ഈ വയർലെസിന്റെ മൂഡ് വെച്ചാണ് ഈ ബില്ലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ മേയറടക്കം, ജില്ലാധ്യക്ഷനായ ഞാനടക്കം, കൗൺസിലർമാർ പാപ്പനംകോട് സജി അടക്കം ഞങ്ങളെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ആൾക്കാരെ കാണാൻ ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതാണ്. ഏതൊരാളെ അറസ്റ്റ് ചെയ്താലും അവരെ വന്ന് കാണാനുള്ള മൗലികാവകാശമാണ്. അതുപോലും നിഷേധിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരപിതാവിന്റെ നേതൃത്വത്തിൽ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇവരെ സന്ദർശിക്കാൻ ആ പോലീസ് ക്യാമ്പിൽ ഗേറ്റ് അടച്ചിട്ട് പോലീസ് ഗുണ്ടായിസം കാണിച്ചു. അവസാനം മേയറുടെ വണ്ടി അകത്ത് കയറാൻ അനുവാദം കൊടുത്തു. കയറി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? അവർ ഭയപ്പെട്ടത് ഈ ഇടിവണ്ടിക്കകത്തിരിക്കുന്ന ഈ ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാൽ ഞങ്ങൾക്ക് പ്രകോപിതരാകുന്ന ആൾക്കറിയാം. കാരണം ബ്ലഡ് ഒഴിച്ചിങ്ങനെ നിൽക്കുന്ന ആ മാരകമായ രീതിയിൽ ആക്രമണം ഞങ്ങളുടെ മനസ്സെത്ത് മാത്രം വേദനിക്കും. വേദന അമ്മ സഹിക്കും, സഹോദരൻ സഹിക്കും, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ സഹിക്കും. ഇല്ല, അത് മറയ്ക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം ചെയ്തത്. ഒന്നുകിൽ കമ്മീഷണർക്ക് ഇതിൽ കൺട്രോൾ ഇല്ല. സിറ്റി പോലീസ് കമ്മീഷണർ മാന്യമായി ഞങ്ങളുടെ പെരുമാറുന്നു, ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ പോയ സമയത്തൊക്കെ ഞങ്ങളുടെ മാന്യമായി പെരുമാറി. പക്ഷെ അദ്ദേഹവുമായി ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്ന ആ സമയത്താണ് ഈ വിഷയം ഇവിടെ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം അറിഞ്ഞു, ഒന്നുകിൽ അദ്ദേഹത്തിന് കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞ് നടിക്കുന്ന ഒരു നാടകമായിട്ടാണ് BJP ഇത് ആരോപിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഞങ്ങൾക്ക് ഇന്ന് എന്ത് വേണോ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ രാജ്യത്തോടും ജനങ്ങളോടും കടപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഈ നഗരം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതം കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ മറ്റ് പ്രകോപിതരാകാതെ നിയമ വഴി കൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്, ഈ ദീപുവിനായി എതിരെ കേസെടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ ഇന്ന് രാവിലെ ബിനു AC-യുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബിനു ഈ കേസിലൊന്നും പ്രതിയല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനാണ്. അയാൾ പ്രതിയല്ലാത്ത ആളിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിന് ഈ ദീപുവിനെതിരെ മറ്റു പോലീസുകാർക്കെതിരെയും FIR എടുത്ത് കേസെടുക്കണം. ഈ ബിബിൻ എന്ന് പറയുന്ന ഈ ഗുണ്ട ഇയാളെ മാറ്റി നിർത്തണം. ഇപ്പോൾ പോലീസിന്റെ കമ്മീഷണർ പറയുന്നവർക്ക് മാറ്റി നിർത്താൻ അധികാരമില്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ആരായാലും ശരി, ഇനി ഈ CI ഈ SHO ഈ ബിബിൻ അവിടെ ജോലിക്ക് തുറന്നാൽ വളരെ കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ നടത്തും. ജനങ്ങൾക്ക് സമാധാനമില്ലായ്മ ഉണ്ടാക്കി നിഷ്ഠൂരമായ സംഭവങ്ങൾക്ക് ജനങ്ങൾ സാക്ഷിയാകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ CA അത് ഈ SHO ബിബിനെ അവിടെ ഇരുത്തി പൊറപ്പിക്കാൻ പറ്റില്ല. അയാൾ ഒന്നുകിൽ അയാളൊന്ന് മാറ്റി വേറെവിടെയാക്കണം, അല്ലെങ്കിൽ ലീവ് എടുത്ത് പോകാൻ പറയണം. ഇത് രണ്ട് കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം വന്ന് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് ചെയ്യാമെന്ന് ഉറപ്പ് തന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെ ഞങ്ങൾ നോക്കി. ഉച്ചവരെ നോക്കിയ സമയത്ത് ഇത് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം CPM-ന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന റഹീം പറഞ്ഞിരിക്കുന്നു, BJP ഇവിടെ നാട് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു. റഹീം ആദ്യം സമാധാന അന്തരീക്ഷം കൊടുത്താൽ മതി. റഹീമിന്റെ പാർട്ടി ഈ സംസ്ഥാനത്തും ഈ തിരുവനന്തപുരത്തും സമാധാനം കൊടുക്കാൻ അവർ തയ്യാറാകട്ടെ. BJP പ്രവർത്തകരെ ഈ ബില്ലിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും ഞങ്ങൾ സമാധാനമാണ്, ഇന്നിപ്പോൾ സമാധാനമാണ് തിരുവനന്തപുരത്തുള്ളത്. ഞങ്ങളുടെ പക്വതയുള്ള തീരുമാനമാണ്, പക്വതയുള്ള നേതൃത്വമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള കാര്യം ഇന്ന് ഉച്ചവരെ കമ്മീഷണർ ഭാഗത്തുനിന്ന് ഒരു നടപടിക്രമങ്ങളും വന്നിട്ടില്ല. നാട്ടിൽ സമാധാനം വരണം, സംഘർഷം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ, നടപടികൾ
കൃത്യമായി എടുക്കണം എന്ന് ഞങ്ങൾ വീണ്ടും പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് BJPയുടെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വനിതകളുടെ സ്റ്റേഷൻ മാർച്ച് ഇന്ന് 4 മണിക്ക് ഉണ്ട്. വനിതകളുടെ മഹിളാ മാർച്ച് കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മഹിളകളുടെ പട്ടർക്കാവ് സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ട് വൈകുന്നേരം 4 മണിക്ക്. നാളെ വൈകുന്നേരം 3:30 മണിക്ക് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക്, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ 2 സമര പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊണ്ടൊന്നും ഈ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ആവശ്യം നിറവേറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാളും ശക്തമായിട്ടുള്ള നിയമപരമായിട്ടും മറ്റ് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനുവേണ്ടി പോലീസ് സഹകരിച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ സമാധാനം എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. സഹകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് BJPയും NDAയും മുന്നോട്ട് പോകും. ഞാൻ DGPയെ കാണുന്നുണ്ട്. ഇന്നലെ DGP സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. കമ്മീഷണർ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒന്നുകിൽ കമ്മീഷണർ ഇന്ന് തന്നെ ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നാളെ കമ്മീഷണർ ഓഫീസിലേക്കുള്ള ബഹുജന മാർച്ച് കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം വീണ്ടും ഈ സ്ഥിതി തന്നെ പോലീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വിപിൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ FIR എടുക്കാൻ മടിച്ചു നിന്നാൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. നാളെ വൈകുന്നേരത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇരുന്നിട്ട് നമ്മൾ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ബിനു അല്ലേ ആദ്യം അക്രമം കാണിച്ചത്? സുനിലും ബിനുവും തമ്മിലുള്ള ഒരു പ്രാദേശിക തർക്കമല്ല പിന്നെ ഒരു വലിയ രാഷ്ട്രീയ സംഘർഷമായി മാറുകയുണ്ടായി. അല്ല, പ്രശ്നത്തിലാണ് മണ്ഡലം പ്രശ്നം എടുത്തത്. അതിനുശേഷം ബിനു ആളെ കൂട്ടി വരികയും ഒരു കേസും ഇല്ലല്ലോ. ബിനു ആണ് കേസ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട്. സുനിലുമായിട്ട് തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ സുനിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അല്ല, അത് ശരിയല്ല. അത് അവര് പറയുന്ന നെറേറ്റീവ്, അവര് പറയുന്ന കഥയാണ്. അക്രമികളെയൊക്കെ കേസ് താമസിപ്പിക്കുന്നത് ശരിയാണ്. അവിടെ പള്ളിയിൽ കയറ്റിയത് ആരാണ്? പള്ളിക്കകത്ത് പ്രതികളല്ല. അല്ലല്ല, അവര് പിന്നെ FIR ഇട്ടതാണ് ന്യായീകരിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. അവര് പ്രതികളല്ലായിരുന്നു, പിടിച്ചോണ്ട് പോയി ഇടിച്ച ശേഷം ഇട്ട FIR ആണത്. പ്രതികളായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറില്ല. അവിടെ ക്ഷേത്രത്തിന്റെ പാഠശാലയാണ്, പാഠശാലയാണ്. അവിടെ ഈ ക്ഷേത്രത്തിന്റെ അയ്യപ്പൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് സംസാരിക്കാൻ വന്ന സമയത്ത് പോലീസ് ഇത് വളരെ വ്യക്തമായിട്ട് പ്രകോപിതമാക്കാൻ വേണ്ടി ആസൂത്രിതമായി തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കും. പോലീസ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തികള് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് BJP അന്ന് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ പോയ ഒരു കസേര പോലും ഇട്ട് തരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ പറയാം ഞങ്ങളെല്ലാം പ്രതിയാണ്, ഞങ്ങളൊക്കെ ഇതിന് ഒരുപാട് നീന്തി കയറിയത് തന്നെയാണ്. ഞങ്ങള് നിങ്ങൾ ഈ പറയുന്ന ഞാൻ കേൾക്കട്ടെ ഒരു കാര്യം. ഇല്ല ഇല്ല, ഇത് വെറുതെ കള്ളം പറയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണ്. ഇവരാരും പ്രതികളല്ല, ഇവര് ആരാധന അങ്ങനെ പിടിക്കരുതെന്നുണ്ടോ? അല്ല, ഉണ്ട്. പിടിക്കാൻ പാടില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി പുറക്കാനോ അധികാരമില്ല. അന്യായമാണ്. ക്ഷേത്ര ആൾക്കാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ആരും നടപടി എടുക്കുന്നില്ല. മെഡിക്കൽ ലീഗൽ കേസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് എടുത്തിട്ടില്ലല്ലോ. ക്ഷേത്ര അധികാരികളെ പരാതി കൊടുത്തിട്ട് ആ പോലീസിനെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. കേറാൻ പാടില്ല. ഏതെങ്കിലും പള്ളി കയറുവോ? ദേവാലയത്തിൽ കയറുവോ? ഏതെങ്കിലും സർക്കുലർ ഉണ്ട്. കേറാൻ പാടില്ല. നിങ്ങളൊന്ന് വെരിഫൈ നോക്ക, പോലീസ് സർക്കുലേഴ്സ് ഒന്ന് അടിച്ചു നോക്ക്. കേറാൻ പാടില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദമില്ലാതെ പോലീസിനെ ഒന്നിനും കയറാൻ പാടില്ല. കുറ്റക്കാര് നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ ആ ഒരു പഞ്ചാബിലെ ഉണ്ടായ സംഭവം പോലും അനധികൃതമാണെന്നുള്ളത് സുപ്രീം കോടതി വിധി വരെയുണ്ട്. ഗോൾഡൻ ടെമ്പിളിൽ കയറി ഒളിച്ചിരുന്നിട്ട് പോലീസ് കയറി ആക്രമിച്ചത് ഭയങ്കര തെറ്റായിരുന്നില്ലേ? അതിന്റെ പേരിലല്ലേ സർക്കാർ പോലും വീണത്?
കയറാൻ പാടില്ല. സെൻട്രൽ ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. സുപ്രീം കോടതി ഗൈഡ് ലൈൻസിനേക്കാളും മുകളിലല്ലല്ലോ വേറൊന്നും. ഓരോ ആരാധനാലയത്തിലും പോലീസിന് പ്രവേശിക്കാൻ അനുവാദമില്ല. ക്ഷേത്ര സംരക്ഷണ സമിതിന്റെയാണോ? അല്ല, ക്ഷേത്രമാണ്. ക്ഷേത്ര സംരക്ഷണ ക്ഷേത്ര സംരക്ഷണ സമിതിന്റെ നിയന്ത്രണത്തിൽ കുറെ ക്ഷേത്രങ്ങളില്ലേ? അല്ല, എല്ലാ ക്ഷേത്രവും കുറച്ച് ക്ഷേത്രങ്ങളില്ലേ? അതിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്നതാണ്. അത് രാഷ്ട്രീയം അതില്ല. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി അറസ്റ്റ് ചെയ്തു ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാമോ? ക്രൂരമായി മർദ്ദിക്കാമോ? അതാണ് നിങ്ങൾ മറുപടി. നിങ്ങൾ നാളെ സഹോദരനാണ് ഈ മർദ്ദനായിട്ട. ഈ ബിനു എന്ന് പറഞ്ഞ ആള് താങ്കളുടെ സഹോദരനാണ്. അംഗീകരിക്കാൻ പറ്റുമോ? ആള് പരാതിക്കാരിയുടെ ഭർത്താവ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തു? ഒരു സുനിൽ എന്ന് പറയുന്ന പ്രവർത്തകനെതിരെ പരാതി കൊടുക്കാൻ ധൈര്യം എവിടുന്ന് കിട്ടി? പോലീസിന്റെ അടി കൊണ്ടോ എന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇത് മുഴുവൻ. ഇതൊരു എഫ്ഐആർ ഉണ്ട്. പ്രതികളെ ഈ അമൃതിന് ശേഷമാണ് ഇവരെ കേസെടുത്തെന്ന് പറയുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് 19 അവർ പേരുൾപ്പെടെ എഫ്ഐആറിലുണ്ട്. 19 പേരുൾപ്പെടെ പ്രതികളോട് വെളുപ്പിന് 3 മണിക്കാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് അമൃത കേസ് ചെയ്യുന്നത്. വെളുപ്പിന് 3 മണിക്കാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അല്ലല്ല, 19 പ്രതികളുടെ പേരുണ്ട് അതില്. ഇന്ന് രാവിലെ ഇന്നലെ 20ന് ഇന്നലെ 20 അമൃത പിടിച്ച ശേഷമല്ല. അപ്പൊ അതായത് അവർ പ്രതികളായ ശേഷമാണ് അമൃതയ്ക്ക് കുറച്ചിരിക്കുന്നത്. ബിനു വേറെ കേസിലാണ്. ഇത് ഒരു കേസിലും ഈ കേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കേസാണ്. ഇത് ആ കേസല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, CPM-കാരെയും BJP-കാരെയും ഒരുമിച്ച് ചേർത്ത് എടുത്ത കേസാണ്. ആ കേസിനകത്ത് ഇവരാരും പ്രതികളല്ല. പരാതിയില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോലീസ് കമ്മീഷൻ ഞങ്ങളുടെ മുമ്പിൽ സമ്മതിച്ചൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട്, ഈ മണികണ്ഠൻ കൊടുത്ത വീഡിയോ കണ്ടിട്ട് എറി എവിടെ നിന്ന് വരുന്നു, എറി വന്നത് വലത് സ്ഥലത്ത് നിന്ന ടീം അവിടെ നിന്നാണ് എറി വരുന്നത്. ഈ ഞങ്ങളുടെ ടീമിൽ നിന്നത് ഇടത് സൈഡാണ്, വലത് സ്ഥലത്താണ് എറി വരുന്നത്. കൃത്യമായും കണ്ടതാണ്. ഇതില് ഒരു എഫ്ഐആറില് BJP-യും CPM-കാരെ ഒരുമിച്ച് ചേർത്ത് എഫ്ഐആർ ഇടുക, പരാതിക്കാരനെ പിടിച്ച് അടിക്കുക, ഇത് വേറൊന്നുമല്ല. ഇത് ഒരു ശരിക്കും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്, തിരക്കഥ നാടകം തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങളെ മേയറടക്കമുള്ള ഒരു നേതൃത്വം അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ ഇത് കാണിക്കാത്തത്? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പ്രതികളെ കാണിക്കാൻ, കസ്റ്റഡിയിൽ കാണിക്കാൻ എയർ ക്യാമ്പിൽ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടോൺമെന്റ് AC മാന്യമായി പെരുമാറുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ മാന്യമായി നമ്മളോട് സംസാരിക്കുന്നു. ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ ഈ SHO എന്ന് പറയുന്ന ഈ വിപിൻ, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടിക്ക് വന്ന ഇയാള് ഈ മാന്യതയില്ലാതെ പെരുമാറുന്നു. ഇന്നലെ ഞങ്ങളെ ചെമ്പഴന്തി ഉദയനെടുത്ത് വളരെ അപമാനിതയായി ഈ SI ദീപു പെരുമാറുന്നു. അവിടെ നേരത്തെ വനിതാ മാധ്യമപ്രവർത്തകരെ ചുറ്റും വളഞ്ഞു നിർത്തിയിട്ട് നിങ്ങളെ പ്രവർത്തകർ വളരെ മോശമായിട്ട് പെരുമാറിയ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഏത് കാര്യത്തിന് ഞങ്ങള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായി തന്നെ ഞങ്ങൾ നമ്മുടെ വിഷയം ആ തെറ്റൊന്നും നിങ്ങൾ വിഷയത്തിൽ തിരിച്ചു വരയ്ക്കണ്ട. തെറ്റായിട്ട് കാണും, അതിന് ശക്തമായ നിലപാട് BJP-ക്ക് ഉണ്ടാവും. തെറ്റായി കാണുന്ന കാര്യങ്ങൾ തെറ്റായി തന്നെ കാണും, അങ്ങനെ നമുക്ക് കഴിയില്ല. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാളരാത്രികളെ ഓർമ്മിക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇതിനെ ആവർത്തിക്കാൻ പാടില്ല. സർക്കാർ മാറിയാലും മാറിയില്ലെങ്കിലും ശരിയില്ല. ഈ അവസാന ഘട്ടത്തില് CPM-നെ വളർത്താൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ CPM-ന്റെ ഏരിയ കമ്മിറ്റിയാക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഒന്നുമല്ലാത്ത സമയം ഇതൊക്കെ നേരിട്ടവരാണ്. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ BJP ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 30-35 വർഷത്തിന് മുമ്പ് ഈ തിരുവനന്തപുരത്ത് 80കളിൽ അന്നൊക്കെ ഞങ്ങൾ നേരിട്ടവരാണ്. ഞങ്ങളതൊക്കെ മനോധൈര്യത്തോടെ ഞങ്ങൾ നേരിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം. ആരെ ഔദാര്യത്തിൽ വളർന്ന പ്രസ്ഥാനം എന്നല്ലേ. കേരളത്തിലെ BJP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ
ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തതാണ് ഞങ്ങള് എന്താണ് ഈ ഭയക്കുന്നത് ക്ഷേത്രത്തിൽ നിയമപരമായി പോലീസിനെ കയറുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതല്ലേ? അതുകൊണ്ടല്ലേ കമ്മീഷണർ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ അങ്ങനെ കയറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയമെന്നും റിപ്പോർട്ട് ചെയ്യണല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയമാണ്. ഈ പോലീസ് മൊത്തം പരാജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് അവസാനം ഈ പിണറായി സർക്കാരിന്റെ അവസാന നാളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പോകുന്നില്ല. ഇപ്പോഴും പോലീസിന്റെ ഒരു ഗുണത്തിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. പോലീസ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നത്. വിശ്വസിക്കുകയാണ് നന്മ നീതിയുക്തമായിട്ട് പോലീസ് ഇതിൽ നടപടി എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തും കൂടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇന്നലെ വിളിക്കാത്ത ഇന്നലെ നിങ്ങൾ വന്നല്ലോ, നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും കമ്മീഷണറെ കണ്ടു. ഞങ്ങളെ പ്രവർത്തകർ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ് ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ മാനസികമായി തകർന്ന ഈ അവസ്ഥയിലും ഞങ്ങൾ വീണ്ടും നിയമത്തിന്റെ വഴി കൂടെ പോട്ടെ എന്ന് ഞങ്ങൾ 5 മണിക്ക് വീണ്ടും ഞങ്ങൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും ഞാനും ജില്ലാ അധ്യക്ഷൻ ഞാനും RSSന്റെ ചുമതലപ്പെട്ട ആൾക്കാർ ഞങ്ങൾ വീണ്ടും കാണുകയാണ്. സാർ എന്താണ് ഇനി പരിഹരിക്കാൻ എന്നുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആവശ്യം അംഗീകരിക്കാതെ. ഞങ്ങൾ ഉച്ചവരെ നോക്കി, നിങ്ങളെ വിളിക്കുന്ന ടൈം വരെ ഞങ്ങൾ നോക്കി, നടക്കില്ല ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേറെ ഒരു പ്രകോപനമായ ഒന്നുണ്ടാകും. നിയമത്തിന്റെ വഴി കൂടെ തന്നെ മുമ്പോട്ട് പോകും. നിയമപരമായി തന്നെ ഞങ്ങൾ കൂടും. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗങ്ങളിലും പോരാട്ടങ്ങളിലും ഞങ്ങൾ അറസ്റ്റുകളൊക്കെ ന്യായമായിട്ടുള്ള അറസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരല്ല. അന്യായമായിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ എതിര്. പോലീസ് അറസ്റ്റ് ചെയ്തത് പക്ഷേ നിങ്ങൾ ഈ മർദ്ദിക്കുന്നതിനാ. മർദ്ദനം എന്താ?